1994 നവംബർ 25 സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം.വി. രാഘവനെ കരിങ്കൊടി കാണിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂത്തുപറമ്പിലെത്തി. കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്ക് ശാഖ ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു എം.വി. രാഘവൻ. സംഘർഷ സാധ്യത ഉണ്ടെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് അധ്യക്ഷനായിരുന്ന മന്ത്രി എൻ രാമകൃഷ്ണൻ ചടങ്ങിൽ നിന്നും പിൻവാങ്ങി. എന്നാൽ രാഘവൻ തീരുമാനിച്ച് ഉറപ്പിച്ച് മുന്നോട്ടു പോയി. തടിച്ചുകൂടിയ 2000-ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നേരിടാൻ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചു. സമയം 11:55 ആയപ്പോൾ പോലീസ് സംരക്ഷണയിൽ മന്ത്രി എത്തി. മുദ്രാവാക്യം വിളിച്ച് ഇരമ്പിയാർന്നെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. തുടർന്ന് കല്ലേറുണ്ടായി. ചിതറിയോടുന്നവർക്ക് നേരെ മന്ത്രിവാഹനം ടൗൺ ഹാളിലേക്ക് നീങ്ങി. മന്ത്രി എം.വി. രാഘവൻ ഹാളിൽ കയറുമ്പോഴേക്കും പിന്നിൽ നിന്ന് വെടിയൊച്ച ഉയർന്നു. ഹാളിനുള്ളിൽ ലാത്തിച്ചാറ് നടന്നു. പോലീസ് വലയത്തിനുള്ളിൽ നിന്നും പ്രസംഗിച്ച ശേഷം മന്ത്രി കണ്ണൂരിലേക്ക് യാത്ര തിരിക്കാനിറങ്ങി. പ്രതിഷേധത്തെ വകവയ്ക്കാതെയുള്ള എം.വി. രാഘവന്റെ നിലപാടും പ്രതിഷേധക്കാരെ ചൊടിപ്പിച്ചു. കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർക്ക് നേരെ പോലീസ് നിറയൊഴിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാജീവൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ.വി. റോഷൻ, പ്രവർത്തകരായ വി. മധു, ഷിബുലാൽ, കുണ്ടിച്ചിറ ബാബു എന്നിവർ പോലീസ് നായാട്ടിൽ വെടിയേറ്റു വീണു. പുഷ്പനടക്കം 4 സഖാക്കൾക്ക് വെടിവെപ്പിൽ ഗുരുതര പരിക്കേറ്റു. കേരള രാഷ്ട്രീയത്തിൽ ഇന്നും മരിക്കാത്ത ഓർമ്മകളായി അങ്ങനെ 5 രക്തപുഷ്പങ്ങൾ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.